തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ, ഗോസസ് ലോയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാൻ മനസ്സിലുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലം എടുക്കാൻ പോവാണ്. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് ഡിസ്റ്റൻസ് ആർ. ദാ ഒരു ചാർജ് തന്നിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്ന ചാർജാണ്. ഈ ചാർജിൽ നിന്നും ഒരു ആർ ഡിസ്റ്റൻസിൽ ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ കൊടുന്ന് വെച്ചിട്ട് അതും ഈ ചാർജ് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിക് ഫീൽഡ് കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ രീതിയിലാണ്, ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുക? ഇവിടെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഗോഷ്യൻ സർഫസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കേണ്ട പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് ആണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. സോ ഇനി നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? എന്താണ് ഗോസസ് ലോ? ഗോസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, എന്താ കിട്ടുക? എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് സിമെട്രി ഉള്ളത്? സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും വാല്യൂ കിട്ടുക? ഇ ഇൻറ്റു 4πr² ആയിരിക്കും കിട്ടുക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ഇവിടെ എൻക്ലോസ് ചെയ്ത ചാർജ് എന്താണ്? ക്യൂ ആണ് അല്ലേ? ക്യൂ ബൈ എപ്സിലോൺ 0. സോ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എന്താ മതി? ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ നമുക്ക് കിട്ടി ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു ക്യൂ ബൈ 4πε0 r². സോ ഇത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. ഓക്കെ, സോ ഇത് ആർ വെക്ടർ ആണെങ്കിൽ ഓക്കെ ഇതായിരിക്കും ആർ ക്യാപ് ഡയറക്ഷൻ. സോ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു ആർ ക്യാപ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി ക്യൂ ബൈ 4πε0 r² ആർ ക്യാപ്. എളുപ്പമല്ലേ? ഇതൊരു പഴയ പ്രോബ്ലം ആണ്. ചോദ്യത്താണ് ദി ഫീൽഡ് ഔട്ട്സൈഡ് എ യൂണിഫോംലി ചാർജ് സ്ഫിയർ ഓഫ് ചാർജ് ക്യൂ ആൻഡ് റേഡിയസ് എ ഈസ്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ തൊട്ട് മുമ്പിൽ സെയിം പ്രോബ്ലം ആണ് ചെയ്തത്. നോക്കാം എന്താണ് ചോദ്യത്തിൽ തന്നേക്കുന്നത്. ഒരു സ്ഫിയർ ഉണ്ട്, എന്താണ് ചാർജ്? ക്യൂ ആണ്, അതിനൊരു റേഡിയസ് ഉണ്ട്, എ എന്ന് പറയുന്ന റേഡിയസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് റേഡിയസ് എ ആണ്. അതെ, ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമ്മൾ ഗോസസ് ലോ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. യൂണിഫോംലി ചാർജ് സ്ഫിയർ ആണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ഗോഷ്യൻ സർഫസാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ്. ഇനി എന്താണ് ഗോസസ് ലോ? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 അറിയാലോ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും വരിക? ഇ ഇൻറ്റു 4π. ഇവിടെയുള്ള റേഡിയസ് എന്താണ്? എ ആണ്. ആർ ഈക്വൽ ടു എ ആണ്. സോ 4πa² ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ഇവിടെയുള്ള ചാർജ് എൻക്ലോസ് ചെയ്ത ചാർജ് എത്രയാണ്? ക്യൂ ആണ്. ഓക്കെ, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ക്യൂ ആണ് എൻക്ലോസ് ചെയ്ത ചാർജ്. therefore q by epsilon 0. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള ഭാഗത്തിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. സോ നമുക്ക് കിട്ടും ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 a². ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലേ? അടുത്ത എക്സാമ്പിൾ പ്രോബ്ലം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് ഡിസ്റ്റൻസ് ആർ ഫ്രം എ ലൈൻ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. എന്താണ്? ഒരു ലൈനുണ്ട്, അതിൽ ചാർജ് ഉണ്ട്, അതിൻ്റെ ചാർജ് ഡെൻസിറ്റിയാണ് ലാംഡ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഒരു ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. എങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും? നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗോസസ് ലോ എന്ന് പറഞ്ഞു. ഗോസസ് ലോ ആണ് എന്ത് വേണം? ഗോഷ്യൻ സർഫസ് വേണം. അപ്പോൾ നമുക്ക് ഒരു ലൈൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ഏത് ഗോഷ്യൻ സർഫസ് ആണ് ഉപയോഗിക്കുക? സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നമ്മളൊരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്തു. സോ നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും? ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ദാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് ആണെങ്കിൽ എന്താണെന്ന് നമുക്കറിയാലോ. എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇ ഇൻറ്റു 2π ആർ എൽ. ഇതിൻ്റെ ലെങ്ത് എല്ലാണ് കേട്ടോ, എല്ലാണ് ലെങ്ത് ഉള്ളത്. സോ 2π ആർ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ക്യൂ എൻക്ലോസ്ഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതാണ് ലൈൻ അല്ലേ. ഈ ലൈനിൽ ലാംഡ എന്ന് പറയുന്ന ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ആ ലൈനിൻ്റെ ലെങ്ത്ത് എല്ലാണെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈൻ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ലാംഡ എല്ലായിരിക്കും ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ഇ ആണ്. ബാക്കിയുള്ള ടൈംസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ വിൽ ഗെറ്റ് ഇ ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0 ഇൻറ്റു 1/2π ആർ എൽ. എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് കളയാലോ അല്ലേ. സോ ബാക്കി എന്താ നമുക്ക് വരിക? സോ വി ഗെറ്റ് ഇ ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ 0 ആർ എന്ന് കിട്ടും. സോ നമുക്കിവിടെ ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണെങ്കിൽ അല്ലേ, ഇതാണ് ഇതിൻ്റെ ആർ വെക്ടർ. ആർ ക്യാപ് ഡയറക്ഷൻ ഇങ്ങോട്ടേ വരിക. സോ ഈ വെക്ടർ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ 0 ആർ ക്യാപ്. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് ഡിസ്റ്റൻസ് എച്ച് ഫ്രം എ പ്ലെയിൻ ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഓക്കെ, നമ്മുടെ അടുത്തൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനൊരു ചാർജ് ഡെൻസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് സിഗ്മയാണ്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എച്ച് ഹൈറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എന്ത് വേണം? ഗോസസ് ലോ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു ഗോഷ്യൻ സർഫസ് വേണം. ഇവിടെ നമുക്ക് ഏത് ഗോഷ്യൻ സർഫസ് ഉപയോഗിക്കാൻ പറ്റുക? പിൽ ബോക്സ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. സോ മുകളിലും താഴെയും ഓക്കെ നമ്മൾ പിൽ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഗോസസ് ലോ അപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഗോസസ് ലോ? ക്ലോസ്ഡ് ലൂപ്പ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. നമുക്കറിയാം അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഇത് വരിക? ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്താ വരിക? ദാറ്റ് ഈസ് ഇ ഇൻറ്റു 2a. കാര്യം ഇവിടെയുള്ള ഏരിയ ഇത് എ ആണ്, ഇവിടെയുള്ള ഏരിയയും എ ആണ്. ഓക്കെ, സോ 2a ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ഇവിടെ എൻക്ലോസ് ചെയ്തേക്കുന്ന ചാർജ് എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, സിഗ്മ ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സോ അങ്ങനെയാണെങ്കിൽ എൻക്ലോസ് ചെയ്തേക്കുന്ന ചാർജ് ഈ ഏരിയ എത്രയാണ്? ഇത് എ ആണ്. ഓക്കെ, സോ ഇവിടെയുള്ള ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ആയിരിക്കും അല്ലേ. സോ ദാറ്റ് ഈസ് വി ഗെറ്റ് സിഗ്മ എ ബൈ എപ്സിലോൺ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്മ എ ബൈ എപ്സിലോൺ 0 ഇൻറ്റു 1/2a. ഓക്കെ, സോ നമുക്ക് എ ഒക്കെ ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടുക ഫൈനലി നമുക്ക് കിട്ടുക ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നായിരിക്കും. നമ്മളിത് ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ ഇത് മറന്നു പോവില്ലല്ലോ, കാര്യങ്ങളൊന്നും മറന്നു പോകരുത്.